ശ്രീ തിരുവഞ്ചൂർ, NCP എന്ന പാർട്ടിയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഉഴവൂർ നടത്തിയ ഇടപെടലുകൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഒരു ലൈംഗികാരോപണത്തെ തുടർന്ന് ഒരു മന്ത്രി വരെ രാജിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. മാത്രമല്ല അധികാര തർക്കങ്ങളുണ്ടായി. ആ പ്രതിസന്ധികളുടെ സമയത്ത് പോലും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വരുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ ഒരു സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തിന് ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല ഒരു മാർക്ക് കൊടുക്കുന്ന ഒരാളാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വലിയ ഫോഴ്സായിട്ട് മാറിയല്ലോ. NCP സംസ്ഥാന പ്രസിഡന്റ് ആയല്ലോ. അതിനകത്തുണ്ടായ പഠനവണക്കത്തിലൊക്കെ അദ്ദേഹം വളരെ നർമ്മം കലർന്ന രൂപത്തിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും തീവ്രമായ ഒരു വാദവിവാദങ്ങൾ എത്തുമ്പോഴും ശ്രീ ഉഴവൂർ വിജയന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വരികയും പ്രശ്നങ്ങൾക്ക് കുറച്ചൊരു സാന്ദ്രത കുറയ്ക്കാനായിട്ട്, അതിന്റെ കുറച്ചൊരു തീഷ്ണത കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സമീപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആ പാർട്ടിക്ക് വളരെ ഗുണം ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. വളരെയധികം നന്ദി തിരുവഞ്ചൂർ. ഇപ്പോൾ PC ജോർജ് നമ്മോടൊപ്പം ചേരുന്നു ഉഴവൂർ വിജയനെ അനുസ്മരിക്കാൻ. ശ്രീ PC ജോർജ്, താങ്കളോട് അടുത്തൊരു ശൈലിയാണ് എന്നും ഉഴവൂരിന് ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്ന പ്രകൃതം. മാത്രമല്ല പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവർത്തന രീതി താങ്കൾക്ക് എത്രത്തോളം അടുത്ത സുഹൃത്തിനെയും സഹപ്രവർത്തകനെയുമാണ് നഷ്ടമായത്? ഞാൻ എന്റെ ചെറുപ്പം മുതൽ വളരെയേറെ അടുത്ത ബന്ധവും സ്നേഹവും സൗഹൃദം പുലർത്തുന്ന ഒരു വലിയ മനുഷ്യന്റെ ഉടമയാണ്. വലിയ മനസ്സാണ് അദ്ദേഹത്തിന്റെ. ഒറ്റ വാദ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന് മുഴുവൻ സ്നേഹം നൽകി, സമൂഹത്തിന് തനിക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ഉപകാരം ചെയ്ത്, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നല്ല സൗഹൃദം പുലർത്തി, എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന മുഴുവൻ കൊടുത്ത് ഒന്നും നേടാതെ യാതൊന്നും നേടാതെ കടന്നുപോയ ഒരു വലിയ വ്യക്തിത്വമാണ് ഉഴവൂർ വിജയൻ. യാതൊരു സംശയമല്ല. അദ്ദേഹത്തിന്റെ രോഗം എല്ലാവർക്കും അറിയാമായിരുന്നു. രോഗം ഞങ്ങളൊക്കെ പറയാറുള്ളതാണ് അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ആശുപത്രി പോകേണ്ട സമയത്തും ആരെങ്കിലും യോഗത്തിന് വിളിച്ചാൽ അപ്പോഴും ചാടിക്ക് അരക്കുന്നതിന് യോഗത്തിന് പോകും. അത്രമാത്രം ജനസ്നേഹിയായിരുന്നു അദ്ദേഹം. ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിത്വം ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കും. ഒന്നും നേടാതെ, അതാണ് ജീവിതത്തിൽ ഒന്നും നേടാതെ, കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ, മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ, ഉള്ളത് മുഴുവൻ സമൂഹത്തിന് കടന്നുപോയ ഒരു വലിയ വ്യക്തിത്വമാണ് ഉഴവൂർ വിജയൻ. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വളരെ ചുരുക്കമാണ് ഉള്ളതെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ മറ്റു വിശാലതയിൽ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹം ഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഒരു മാനസികമായ ഐക്യം നമ്മുടെ സമൂഹത്തിൽ നന്ദി ആ കുടുംബത്തോടും വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അപ്പുറത്തായി കേരള ജനസമൂഹം അദ്ദേഹത്തെ NCP-കാരന്റെ മാത്രമല്ല കണ്ടിരുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ഈ സമൂഹത്തിന് വളരെ വലുതാണ് എന്നുകൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് നിത്യശാന്തി, ദൈവത്തിന്റെ വെളിത്തത്തിൽ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ PC ജോർജ്, ഒരു ചോദ്യം കൂടി. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം, വ്യക്തിപരമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും NCP എന്നൊരു പാർട്ടിയെ അതിന്റെ ആ പ്രാതിനിധ്യം മുന്നണിയിൽ ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ. ആ സാഹചര്യത്തിൽ ആ ഒരു നേതാവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്റെ മനസ്സിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ NCP-ക്ക് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനവും അദ്ദേഹത്തിന്റെ ജനപിന്തുണയും NCP എന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയിലെ അംഗത്തെ കൂടുതൽ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ സഹായകരമായി എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത്, ആശുപത്രിയായി കഴിയുന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് നീതി ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടി NCP പ്രവർത്തകർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സ്മരിക്കുന്നില്ല. പേരൊന്നും പറഞ്ഞ ആരെയും ഞാൻ അപമാനിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ചെയ്ത സ്നേഹം വളരെ വലുതല്ലേ. അദ്ദേഹത്തിന്റെ NCP എന്ന പാർട്ടി ഇടതുപക്ഷ മുന്നണി ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉഴവൂർ വിജയൻ എന്ന സ്ഥാനത്തിനാണ്, ആ വ്യക്തിത്വത്തിനാണ് NCP എന്ന പാർട്ടിയേക്കാൾ കൂടുതൽ അംഗീകാരം ജനങ്ങളുടെ മുമ്പിലുള്ളതും ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയും അങ്ങനെ തന്നെ കരുതുന്നത് എനിക്കറിയാം. ആ വലിയ മനുഷ്യനാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്, അതൊരു സംശയം വേണ്ട. വളരെ നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള നല്ല മനസ്സിനുടമയായ ആ വ്യക്തി ആണ് ഇന്ന് രാവിലെ
മരണത്തിന് കീഴടങ്ങിയത് അദ്ദേഹത്തിന്റെ ജീവിത വഴിയിലേക്ക് ഒരിക്കൽ കൂടി. പൊതുപ്രവർത്തകർക്കിടയിലെ വേറിട്ട ശബ്ദം, തമാശകളിലൂടെ കാര്യം പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗശൈലി. എതിർചേരിയിലുള്ളവർക്ക് പോലും ഉഴവൂർ വിജയൻ പ്രിയങ്കരനായത് പൊതുപ്രവർത്തനത്തിലെ ഈ വേറിട്ട രീതിയിലൂടെയാണ്. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ. കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. കോൺഗ്രസ് പിളർന്നപ്പോൾ കോൺഗ്രസ് എസിനൊപ്പം, പിന്നീട് കോൺഗ്രസ് എസ് NCP ലയിച്ചപ്പോൾ NCPയുടെ കേരളത്തിലെ പ്രധാന മുഖമായി മാറി ഉഴവൂർ വിജയൻ. സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇടതുവേദികളിലൂടെ മിന്നും താരമായിരുന്നു ഉഴവൂർ. ജനകീയ വിഷയങ്ങളിൽ കുറുക്കിക്കൊള്ളുന്ന പ്രതികരണങ്ങളാണ് ഉഴവൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. സംഘടനാ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഉഴവൂർ എന്നും സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമായിരുന്നു. 2001 പാലായിൽ KM മാണിക്കെതിരെ മത്സരിച്ചതിലൊതുങ്ങി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. നിലവിൽ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉഴവൂരിന്റെ വിയോഗം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. KB ശ്രീധരൻ ഒരിക്കൽ കൂടി. ശ്രീധരൻ, അദ്ദേഹത്തിന് അസുഖബാധിതനാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അടുപ്പമുള്ളവർക്കും ഒക്കെ അറിയാം. പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ സജീവമായി എപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ രോഗക്കിടക്കയിലാവുന്ന നിമിഷം വരെയും അദ്ദേഹം എല്ലാ വേദികളിലും ഓടിയെത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ചെലുത്തിയിരുന്ന സ്വാധീനം എങ്ങനെയായിരുന്നു? തീർച്ചയായും അത് തന്നെയാണ് ഉഴവൂർ വിജയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് തന്റെ ബുദ്ധിമുട്ടുകൾ ആരെയും അറിയിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. 1 മാസം മുൻപ് പോലും അദ്ദേഹം ആശുപത്രിയിലാകുന്നതിന് 2 ദിവസം മുൻപ് പോലും അദ്ദേഹം വേദികളിൽ, പൊതുവേദികളിൽ സജീവമായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള ഒരു അസുഖം തന്നെ അലട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും കാര്യമായ ചികിത്സ, നേരത്തെ PC ജോർജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടായിട്ടും ആശുപത്രിയിലേക്ക് പോകും വഴി പോലും ആളുകൾ വിളിച്ച് അവരോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ പോലും ഉഴവൂർ വിജയനെ സംബന്ധിച്ച് ആളുകൾക്ക് പറയാനുണ്ട്. അത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകർ, അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന് തന്നെയാണ് ഒറ്റവാക്കിൽ എല്ലാവരും ഉഴവൂർ വിജയനെ മടങ്ങി വരാം. ശ്രീധരൻ, ഇപ്പോൾ ജോസഫ് M പുതുശ്ശേരി ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ ജോസഫ് M പുതുശ്ശേരി, രാഷ്ട്രീയമായി എതിർചേരിയിലായിരുന്നുവെങ്കിലും അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരെയും കയ്യിലെടുക്കുന്നൊരു നേതാവായിരുന്നു.